എല്ലാരും കഴിക്കണം. അതാണ് ചീരിനി ആക്കിക്കണം. റൈസ് ഹബീബി അമ്മ എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് എവിടേക്കാ ആദ്യം നമ്മള് പോണത്? മൈമൂന പള്ളിയാ? അതല്ല, അത് ആയിഷപ്പള്ളി. എന്താ പറഞ്ഞത്? തണൽ, ബാക്കില് തണല്. ഞങ്ങൾ എവിടെ പോകണ്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പ് ഞങ്ങള് ആയിഷപ്പള്ളി പോയിട്ടാണ് ഉമ്രക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ഇതാക്കുന്നത്. അപ്പൊ നേരെ അവിടെ എത്തിയിട്ട് കാണിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ റോഡ് വീതി കൂട്ടുന്ന അർത്ഥം. അതിനാണ് വിളിക്കുക. രാവും പകലും ഒപ്പമില്ലാണ്ട് റോഡിൽ എന്തെങ്കിലും ഒന്ന് വീണാ അപ്പം എടുക്കണമെന്നുണ്ട്. രാത്രിയില്ല പകലും ഇല്ലാണ്ട് അല്ലേ? എനിക്കൊന്ന് ചിലക്കാണ്ടിരുന്ന അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ഉമ്രക്ക് വേണ്ടിയിട്ട് ആയിഷപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ആയിഷപ്പള്ളി ബാക്കിൽ കാണുന്നതൊക്കെയാണ് ആയിഷപ്പള്ളി. ഇത് പാർക്കിങ്. അവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 5 കിലോമീറ്ററിന് അടുത്തുണ്ടാവും. 5 ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. അത്ര അടുത്താണ്. നമ്മൾ വരാൻ വേണ്ടിയിട്ട് ടാക്സിക്ക് 20 റിയാൽ, 25 റിയാൽ, 30 റിയാലൊക്കെ കൊടുക്കണം. എന്നാലും ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം ഡൗൺ 60 റിയാലോളം ആവും കേട്ടോ. നല്ല പ്രാവുകളൊക്കെ ഉണ്ട് ഇവിടെ. എൻ്റെ പുറകിൽ അവരെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോൾക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രാവിനൊന്നും പേടിയില്ല. തലയിൽ വന്ന് കാഷ്ടിക്കുമ്പോ പോവാ, ഇനി പള്ളിക്ക് പോകാൻ പറ്റില്ല. ആയിഷപ്പള്ളിൻ്റെ ഉള്ളിവശം ഉണ്ടോ അതൊക്കെ? ബാക്കിൽ കാണുന്നതല്ല. നാട്ടിലത്തെ പൂച്ചല്ലോ, അത് എൻ്റെ വീട്ടിലുണ്ട്. ഓ, കാരണം എന്നെ കടിച്ചിട്ട് ഒരാഴ്ച ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോഴോ കയറി കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കാണുന്നത് ഇത് പ്രയർ മെന്നാണ്, ആണുങ്ങൾക്കുള്ളതാണ്. അതിന് നേരെ കുറച്ച് അപ്പുറത്തായിട്ട് പ്രയർ വുമൻ. ഇത്രയേ ഉള്ളൂ. 2 വാതിലാണ്. ഈ ഒരു വാതിൽ, അപ്പുറത്തൊരു വാതിൽ. അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ട് വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് വരെയാണ്. ഇവിടെ നിന്ന് രണ്ടാമത്തെ ഉംറ നമ്മൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഹീറാൻ കെട്ടാൻ വേണ്ടി വന്നതാണ്. ആയിഷപ്പള്ളിയാണ് കേട്ടത്. നല്ല രീതിയിൽ ക്രൗഡുണ്ട്. പക്ഷെ ഇപ്പം സംബന്ധിച്ചോളം കുറവാണ്. ഇപ്പം ഉംറക്ക് വരുന്നതിൻ്റെയൊക്കെ ചൂട് കാരണം കൊണ്ട് ആരും ഇങ്ങോട്ട് കൂടുതലായിട്ട് വരുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ക്രൗഡ് വളരെ കുറവാണ് കേട്ടോ. പക്ഷേ ഈ സമയം നിങ്ങൾ ഈ ഒരു സമയത്ത് വരുന്നതായിരിക്കും എല്ലാവർക്കും ഉംറക്ക് അനുയോജ്യമായ സമയം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ജൂലൈ മാസത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ.
ഈ ഒരു സമയം ചൂട് തുടങ്ങുന്ന സമയമാണ്. ജൂൺ ജൂലൈ ഇങ്ങനെയാണ് ഇവിടെ ചൂട്. ഈ ജൂൺ ജൂലൈ മാസത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചൂട് കുറവായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഒരു 3 മാസം നല്ല രീതിയിൽ ചൂടാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ചൂടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ, അതുപോലെ തന്നെ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഉംറ ടീമാണ് നമ്മളൊക്കെ. ഓക്കെ, ആദ്യമായിട്ട് വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മുകളിൽ കിടക്കുന്ന ഫസ്റ്റ് വാതിൽ വന്നിട്ട് ആണുങ്ങൾക്ക്, അതിൻ്റെ അപ്പുറത്ത് ആ ഒരു ബോർഡിനോടെ ഉള്ളത് പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ടാട്ടോ. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആളുകൾ ടാക്സിക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ടാക്സിയിലേക്ക് വന്നാൽ വിട്ട് കഴിഞ്ഞാലും നിങ്ങൾ ടെൻഷൻ ആക്കാനൊന്നുമില്ല. ഇവിടെ ആളുകൾ ടാക്സികളുണ്ട്. പിന്നെ ബ്ലാക്കിൽ ടാക്സി ഉണ്ട്. ഇത് പെർ ഹെഡ് 5 റിയാലാണ്. നാട്ടിലത്തെ ഒരു 120 രൂപ ആ ഒരു റേഞ്ചിൽ കേട്ടോ. അത്ര തന്നെ ഉള്ളൂ ഇവിടുന്ന്. ആകെ ഒരു 2 മിനിറ്റ്സോ 5 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിപ്പോയി. ഞങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന കേശു. ഇവിടെ പ്രാവുകൾക്ക് വേണമെങ്കിൽ നമുക്ക് തീറ്റ കൊടുക്കാം കേട്ടോ. ഇവിടെ നിറച്ച് പ്രാവുകളാണ്. എത്ര? 5 റിയാൽ. ഇവിടെ നിന്ന് തന്നെ ഞങ്ങളെ വണ്ടി തപ്പി നടക്കുകയാണ്. വണ്ടി ഇവിടെ കാണാനില്ല. ഞങ്ങളെ വിട്ട വണ്ടി അപ്പ് ആൻഡ് ഡൗണിന് എടുത്ത്. അതാണോ? അതന്നെ. ഓക്കെ, അല്ല ഞങ്ങളുടെ വണ്ടി കിട്ടി. വണ്ടി കിട്ടാതെ ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നു. നമ്മൾ വണ്ടി ഓൾറെഡി എടുത്തിട്ട് വന്നാ. ടാക്സി വന്നോണ്ടിരിക്കുന്നുണ്ട്. നോക്കിയിട്ട് ഇലക്ട്രിക് ഒന്നല്ല ഇത്. അപ്പം ഞങ്ങൾ ഇനി ആയിഷ പള്ളിയിൽ നിന്ന് ഈറാൻ കെട്ടി നേരെ ഞങ്ങൾ ഇനി മക്കത്തേക്ക്. മക്കയിൽ ജന്നത്തുൽ മുഅല്ലിലാണ്. ബാക്കിയുള്ള ഭാര്യമാരും കുടുംബക്കാരൊക്കെ മദീനയിൽ ജന്നത്തുൽ വക്കീലാണ്. മൈമൂന ബീബിയുടെ ഖബർ മാത്രമാണ് ഈ റോഡിൻ്റെ ഈ വക്കീൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചരിത്രം പറയുന്നത്, അള്ളാഹിൻ്റെ റസൂലും മൈമൂന ബീബിയും കൂടെ ഉംറക്ക് വരുമ്പോൾ ഇന്നൊക്കെ നടന്നിട്ടും അങ്ങനെയുള്ള വരിക. അങ്ങനെ ക്ഷീണിച്ചപ്പോൾ ഇവിടെ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അവർ താമസിച്ചു, ഒന്ന് വിശ്രമിച്ചു. അങ്ങനെ അള്ളാഹിൻ്റെ റസൂലും മൈമൂന ബീബിയുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നെ ഇവിടെ പിന്നീടാണ് ഇഹ്റാം ചെയ്തിട്ട് മക്കയിലേക്ക് പോയത്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്നേഹം മൈമൂന ബീബിയുടെ ശരീരത്തിൽ വേറെ ആ ഒരു സ്ഥലമായതുകൊണ്ട് എൻ്റെ വഫാത്തിന് ശേഷം എന്നെ ഇവിടെ അടക്കം ചെയ്തിരുന്ന ഒരു വസിയത്ത് പ്രകാരമാണ് വഫാത്തിന് ശേഷം ഇവിടെ അടക്കം ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് മൈമൂന ബീബിയുടെ ഖബർ മാത്രം ഇങ്ങനെ റോഡിൻ്റെ അക്കിലായിട്ട് വരുന്നതായിട്ട് വരാനാണ്. ബാക്കിയൊക്കെ ജന്നത്തുൽ മുഅല്ലിയിലും ജന്നത്തുൽ ബക്കീലാണ്. ഇവിടെ കുടുംബക്കാർക്ക് ജന്നത്തുൽ ബക്കീലാണ്. ആദ്യ ഭാര്യ ഖദീജ ബീബിയുടെ ഖബർ മാത്രമാണ് ജന്നത്തുൽ മുഅല്ലിയിലുള്ളത്. നമ്മൾ അവിടെ സിയാറത്ത് ചെയ്യും. ബാക്കി ഓടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മൈമൂന പള്ളിയിൽ നിന്ന് യാത്ര തിരിച്ച് പൊമ്മന്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മക്ക എത്താനായിട്ട്. നമ്മളിപ്പോൾ മക്കൻ്റെ താഴ്ഭാഗം, മക്കത്തിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ള് റോഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളിൻ്റെ ഇതിൻ്റെ അടിയിൽ കൂടെ കയറി കഴിഞ്ഞാൽ മക്കെത്തും. ക്ലോക്ക് ടവർ എല്ലാം അവിടെ നിന്ന് കാണും. മക്കത്തിൻ്റെ മോൾ ഭാഗത്ത് ഫുള്ളാണ് ആളുകളും, താഴെ ഫുള്ള് റോഡ്, അതേപോലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ഇതെല്ലാം മക്കത്തിൻ്റെ താഴ്ഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ എസ്കലേറ്റർ വഴി മുകളിലോട്ട് കയറണം. എല്ലാ 4 ഭാഗത്തുനിന്നും ഇതേപോലെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മുകളിൽ കയറി കഴിഞ്ഞാൽ നേരെ കഅബ എത്തും കേട്ടോ. കഅബൻ്റെ പല ഭാഗങ്ങളിലെത്തും. എസ്കലേറ്റർ നോക്കി കയറണം. നല്ല ലെങ്ത്തുള്ള എക്സിലേറ്റർ ആണ് കേട്ടോ. ഈ കാണുന്നത് ക്ലോക്ക് ടവറിൻ്റെ പുറവശം. ഇതെല്ലാം മക്കത്തിൻ്റെ പുറവശം ഉണ്ടാവും. കഅബ ഉള്ളതിനുള്ളിലാണ്. ഇതിനുള്ളിലുള്ള പുറത്തുള്ള 360 വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പള്ളി. പള്ളിനുള്ളിൽ കയറിയാലാണ് കഅബ ഷരീഫ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നേരെ നമുക്ക് അതിനുള്ളിലോട്ട് കയറാം. നല്ല വെയിലുണ്ട് കേട്ടോ. എല്ലാവർക്കും ആകെ ഞങ്ങൾ അങ്ങനെ ഇന്നലെ സിമ്മ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സിമ്മ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഉസ്താദ് അവിടെ സിമ്മ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നല്ല വെയിലുണ്ട്. അപ്പോൾ തണുപ്പ് കൊള്ളാൻ വേണ്ടി കുറച്ച് ഞങ്ങൾ ഉള്ളിൽ കയറിയതാണ്. അവിടെ ക്ലോക്ക് ടവറിൻ്റെ നേരെ താഴെയാണ്. വെയിൽ കാരണം കൊണ്ടേ ഞങ്ങൾ തലയിലൊരു സിമ്മിൻ്റെ ഒരു ഇത് കിട്ടിയാണ്. അതുകൊണ്ട് ആക്കി കേട്ടോ. ഞങ്ങൾ നേരെ വാച്ച് ടവറിൻ്റെ നേരെ താഴെ എത്തിയിട്ടോ.
ഇതിൻ്റെ നേരെ അങ്ങേ വശത്താണ് നമ്മൾ അറിയിക്കട്. ഇപ്പോൾ ഏകദേശം ചൂട് 50-ന് മേലൊക്കെ ഉണ്ടാവും. കണ്ണൊന്നും തുറക്കാൻ പറ്റില്ല. ഈ ഗ്ലാസ്സൊന്നും ഒന്നും പോരാ, ഡബിൾ ലെയർ ഗ്ലാസ്സൊക്കെ വേണം. കാറ്റ് അങ്ങോട്ട് കാറ്റുണ്ട് ചെറുതായിട്ട്, അതുകൊണ്ട് വലിയ വിഷയമില്ല. ഞങ്ങളെന്തായാലും ഇനി മക്കയിലേക്ക് കയറാൻ പോവുകയാണ്. ഗേറ്റ് എത്തി നേരെ ഉള്ളിലോട്ട് പോകണം. മാഷാ അല്ലാ, രണ്ടാമത്തെ ഉംറയാണ് എൻ്റെ മോന് വേണ്ടിയിട്ടാട്ടോ. ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ഗേറ്റിലൂടെ കയറി. ഇതെല്ലാം പള്ളീൻ്റെ ഉള്ളിവശങ്ങളാണ്. ഇവിടെ നടന്ന് പോയാൽ മാത്രമേ നമുക്ക് കാബ ഷെരീഫിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ കേട്ടോ. എന്ത് ഭംഗിയാണ് അറിയോ. 360 തിരികെ പറഞ്ഞാൽ നടക്കില്ലല്ലോ. ഡയറക്ഷൻ മാറി മാറി പോവാ. ഇതിനൊക്കെ ആയിട്ട് നോക്കുക. ഞങ്ങൾ ഓരോ പ്രാവശ്യം ഇതിൽ കയറുമ്പോൾ ഓരോ എൻട്രൻസിൽ കൂടെ കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഏതൊക്കെ വഴി ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ ഐഷ അവിടെ സിയാറത്ത് കഴിഞ്ഞ് അല്ല സോറി ജംറയിലല്ലോ എല്ലാം തെറ്റിച്ച് പറയാം നമ്മള്. അതുമല്ല നമ്മള് അതുമല്ലടാ, സഫ മറവിന്റെ ഇടയിൽ കഴിഞ്ഞ എക്സിറ്റ് ആയ ഞങ്ങളുടെ റൂമിലേക്കുള്ള വഴിയാണ്. അത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഏത് വഴിക്ക് കയറിയാലും ഞങ്ങൾ അവിടെ എത്തും. അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും ലോക്ക് പോയിന്റ്. അത് പിന്നെ ഉംറ കഴിഞ്ഞ് സഫ മറവ് കാണണല്ലോ. നമ്മുടെ ഗേറ്റ് കണ്ടില്ലെങ്കിൽ സഫ മറവ് കാണണല്ലോടാ. മേലേക്ക് പോണ്ട, അതവിടെ എന്തോ കൊണ്ടുവരില്ലല്ലോ. ഇനി മയ്യത്തുണ്ടോ? ഇതാരാ പറയണത്? അതൊക്കെ അതാ കഴപ്പെത്തി. നിങ്ങൾ കഴപ്പിന് മുമ്പിൽ എത്തിയിട്ടാ. ഇനി എൻ്റെ തുണി അതൊക്കെ മാറ്റണം, കറക്റ്റാക്കണം. ഒന്ന് കറക്റ്റാക്കിയിട്ട് ബാക്കിയാണ് കേട്ടോ. ഇതെല്ലാം കഅബൻ്റെ തൊട്ടുള്ള പള്ളികളാണ്. ഈ പള്ളിയിൽ നിന്നുള്ള നമ്മൾ പറഞ്ഞത് കഅബ ചെറിയതായിട്ട് കാണിച്ചു. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഈ എസ്കലേറ്റർ വഴി താഴെ ഇറങ്ങിയാലാണ് നമുക്ക് കഅബ ഷെരീഫിൻ്റെ മെൻഡിൽ എത്തട്ടോ. അപ്പോൾ നിങ്ങളെ പോലെ ഞാനും വളരെ എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. നിങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഅബ ഷെരീഫ് കാണാനുള്ള വളരെ എക്സൈറ്റഡ് എന്നറിയാം. ഇവിടെ എപ്പോഴും വർക്ക്, ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഫുൾ ഇൻറ്റീരിയറിലെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുക. നോക്കി നടന്നില്ലെങ്കിൽ വീഴും ചെയ്തിട്ടോ. അവിടെ കഅബൻ്റെ തുണ്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ നല്ല രീതിയിൽ തന്നെ കാണിച്ചു തരാം. ഈ ഒരു മാർബിൾ കണ്ട എത്ര തന്നെ വെയിലത്തും ഇത് ചൂടാവില്ല. അതാണ് ഈ ഒരു മാർബിളിൻ്റെ പ്രത്യേകത. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതെന്നൊക്കെ പറയണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്ന ആ കഅബ ഷെരീഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് കാണുമ്പോൾ അത് നടക്കും എന്നാണ് ഇവിടെ നമ്മുടെ അമീർമാർ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഉദ്ദേശം വെക്കുക, അത് പറയുക. സുബ്ഹാനല്ലാഹ്, ഇതാണ്ട ഈ ഒരു സ്വർഗം, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ്. അതിവിടെ വന്നേരിക്കും അത് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു മഹിമ ഇവിടെ എത്തുമ്പോഴുള്ള നമ്മുടെ മനസ്സിന് വരുന്നൊരു കുളിർമ അത് വേറൊരു ലെവൽ തന്നെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടെ നിന്ന് 7 പ്രാവശ്യം തവാഫ് ചെയ്താൽ മാത്രമേ, ഈ ഗ്രീൻ കാണുന്ന അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 7 പ്രാവശ്യം തവാഫ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഉംറേൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. 7 പ്രാവശ്യം നമ്മൾ കഅബ ചുറ്റണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ 7 പ്രാവശ്യം നമ്മൾ ഇതേപോലെ തുണിയെല്ലാം ആക്കി നീയത്തി വെച്ച് ഇവിടുന്ന് ചുറ്റിയാൽ മാത്രമേ നമ്മൾക്ക് ഉംറേൻ്റെ ഒരു ഭാഗം പൂർത്തിയാവുള്ളൂ. നമ്മളൊരു ഭാഗം ആദ്യം പൂർത്തി ചെയ്തു. ഇവിടെ വന്നിട്ട് എവിടെ നിന്നാണ് ആയിഷ പള്ളി പോയിട്ട് നമ്മൾ നിസ്കരിച്ച് കുളിച്ചു, സുന്നത്ത് നിസ്കരിച്ച് വന്നു. അത് കഴിഞ്ഞ് സെക്കൻഡാണ് ഇത്. അത് കഴിഞ്ഞ് നമുക്ക് സഹി ചെയ്യണം. ഈ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഈ ഇടയിൽ ഇങ്ങനെ ഫുള്ള് ഉണ്ടാവും കേട്ടോ. ഈ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, അതാണ് നമ്മൾ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഈ തിരക്കിൽ പെടുമ്പോഴാണ് ഈ ചെരുപ്പ് കാര്യങ്ങളൊക്കെ മിസ്സാവേണ്ടത്. സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ഈ ചെരുപ്പ് കാര്യങ്ങളൊക്കെ മിസ്സാവേണ്ടത്. അപ്പം നമ്മളെ മുമ്പിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ തന്നെ വെക്കുക. നല്ല രീതിയിലുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. മാക്സിമം ഈ കൂട്ടത്തോടെ പോകുന്ന ആൾക്കാരുടെ കൂടെ പോകാതെ നമ്മൾ സിംഗിളായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഅബ ഷെരീഫ് 7 പ്രാവശ്യം നമുക്ക് വലം വെച്ചിട്ട് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ചെറിയ നിയ്യത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ നടക്കുന്ന ആളുകളെല്ലാം നല്ല രീതിയിൽ നിയ്യത്ത് ചൊല്ലിയിട്ട് തന്നെ നടക്കണ്ടാവും. നമ്മൾ അവരുടെ കൂടെ നിന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ അതായത് പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അവരെന്താണോ ചൊല്ലുന്നത് അത് നമുക്ക് ചൊല്ലാം. എന്ത് വേണമെങ്കിലും ചൊല്ലാമെന്നാണ് അതിൽ. ചിലത് ഉത്തമമായ കുറച്ച് കാര്യങ്ങൾ അത് ചൊല്ലിയാൽ കുറച്ചും കൂടി നല്ലത്, അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ ഒറ്റയ്ക്ക് വരുന്നവർക്ക് എന്ത് ചൊല്ലും അങ്ങനെ ഒന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തും ഇവിടെ നമ്മുടെ മനസ്സിൽ വരുന്ന നല്ല ദുആകൾ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ.
ഒരുപാട് പ്രായമുള്ള ആൾക്കാരും ഒരുപാട് കുട്ടികളാണ് ഇതിൽ ചുറ്റും വരുന്നത്. നമുക്ക് ഈ ഒരു പള്ളിയുണ്ട്, ഈ പുറത്ത് കാണുന്ന ആ പള്ളീൻ്റെ ചുറ്റും നമുക്ക് ഇതുപോലെ സഹി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാൽപാദം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ക്ലിയർ ആയില്ലേ? ശരിക്കും ഇവിടെ നിന്ന് എടുത്ത് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ അജുൽ അസ്വദ് ഉള്ളത്, അവിടെയാണ് ആ ഒരാളുള്ളത്. ഭയങ്കര തിരക്കാണ്. നിങ്ങൾ തോന്നുമ്പോൾ വിചാരിക്കും കയ്യെത്താനും ദൂരമുള്ളൂ, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് എത്തില്ല. കയ്യെത്തി പറഞ്ഞെങ്കിൽ അവിടെ ശരിക്കും എൻ്റെ ജസ്റ്റൊക്കെ നല്ല രീതിയിൽ ടൈറ്റായി. നമുക്ക് ഇവിടെ ഈ വാതിൽ ബാക്കിയുള്ള 3 കോർണറിലും വേറെ എല്ലാവിടെയും തൊടാം. പക്ഷെ ആ ഒരു ഭാഗത്ത് സെക്യൂരിറ്റി ഭയങ്കര സ്ട്രിക്റ്റാണ്, ഭയങ്കര രീതിയിൽ. അത് മാത്രമേ എനിക്ക് മക്കയിൽ ഉള്ള ഒരു നെഗറ്റീവ് തോന്നിക്കാൻ. ആ ഒരു ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്ക് അത് തൊടാനുള്ള ഒരു ഭാഗ്യം അവർ അറേഞ്ച് കൊടുക്കണം. ഒരു ടോക്കൺ വെച്ചിട്ട് മദീനത്ത് ടോക്കൺ വെച്ചിട്ടാണ് അതിനുള്ളിൽ കയറുന്നത്. അതേപോലെ ഇതിനൊരു ടോക്കൺ വെച്ചിട്ട് ആ സമയത്ത് തൊട്ട് ദുആ ചെയ്യാനുള്ള ഒരു സമയം അവർ ശരിക്കും അനുവദിക്കണം. അതാണ് എനിക്ക് ഏറ്റവും ബാക്കി എല്ലാം അവിടുത്തെ ഓക്കെയാണ്. ഈ ഒരു കാര്യം മാത്രമേ എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളൂ കേട്ടോ. ഒരുപാട് പേര് പ്രായപ്പെട്ട് ഒരുപാട് പേര് അതിൽ പെട്ട് മരിക്കാനിടയായിട്ടുണ്ട്. പല പ്രയാസങ്ങളും പലവർക്കും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാവരും തൊട്ടു നല്ല രീതിയിൽ പറഞ്ഞു. ഞാനും തൊട്ടിട്ടു. അല്ലാഹു അക്ബർ. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ കാണുന്നു. ഒരുപാട് പേര് തൊടാൻ വേണ്ടി ഇവിടെ എന്താണ് ഈ തൊട്ടുന്ന ആൾക്കാർ അങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവർ പോണില്ല. അതാണ് ഏറ്റവും വലിയ മറ്റുള്ളവർക്ക് തൊടാൻ പ്രയാസമാവണത്. എല്ലാവരും തൊട്ട് പ്രയാസമായി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനനുസരിച്ച് തൊടാവുന്നുണ്ട്. ഇവിടെയും ചെറുതായിട്ട് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് രാവിലെ ഞാനിപ്പോൾ നിസ്കാര സമയമായപ്പം നമുക്ക് കാണുന്നതാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണില്ല. നിസ്കാര സമയം കൊണ്ട് മാത്രം സെക്യൂരിറ്റികൾ അവിടെ ഫുള്ള് നിന്ന് അതിനെ ക്ലീൻ ചെയ്ത് കാര്യമുണ്ട്. അവിടെ ഒരു ഉസ്താദ് തുറക്കണ കണ്ട അവർ ഇതാക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഉംറൻ്റെ ഇതൊക്കെ ചെയ്ത് ദുആ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ സഹീക്ക് പോകും കേട്ടോ. ഇവിടെ ഉസ്താദ് ദുആ ചെയ്യുന്നുണ്ട്. ഏഴ് വർഷം തവാഫ് ചെയ്തതിനെ നേരെ സഹി ചെയ്യാൻ വേണ്ടി സഫ മർവൻ്റെ ഇടയ്ക്ക് നടക്കണം. ആ ഇടയിലേക്ക് പോകുന്ന വഴിയാണ്. വഴിയിലൊക്കെ ആളുകൾ ഇരുന്ന് നിസ്കരിക്കുകയും ഖുർആൻ സംസം വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുകളിലെത്താൻ പറ്റും കേട്ടോ. അതിനെ ഒന്നു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഞാൻ പോകുന്ന ഈ സഹി ഏരിയൻ്റെ വഴിക്ക് വന്നാൽ അവിടെ ഒന്നു എടുക്കാനുള്ള ആണുങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ തന്നെ ലേഡീസും ഒന്നു എടുക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നു എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇമാമ് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും ഉറപ്പില്ല. പക്ഷെ പല ഭാഗങ്ങളിലായിട്ട് ഇമാമ് നിൽക്കും കേട്ടോ. അവിടെ നിന്നപ്പോൾ എൻ്റെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് ആളുകൾ ആ ഭാഗത്താണ് ഇമാമ് നിൽക്കുക, ഫോട്ടോ എടുക്കണ്ട പറഞ്ഞതിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ നേരെ മുകളിലോട്ട് പോയി ഈ എസ്കലേറ്റർ വഴി മുകളിലോട്ട് കഴിഞ്ഞാൽ ഇത് സഹി ഏരിയക്ക് പോണ വഴിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇവിടെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെയുള്ള സെക്യൂരിറ്റി കൊണ്ട് ചോദിക്കാം. നമ്മൾ ഇന്ന എവിടെയൊക്കെ പോകേണ്ടത്, സഹി ഏരിയ എവിടെയാണ്, ഇല്ലെങ്കിൽ സഫ മറവ് എവിടെയാണ് ചോദിച്ചാൽ അല്ല പറയും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മയ്യത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്യാപ്പിൽ മയ്യത്ത് നിസ്കാരം കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഒരു മൈക്കുണ്ട്. ഇവിടെ എന്നാണ് ബാങ്ക് കൊടുക്കുകയെന്ന് ചോദിച്ചൊരു ഡൗട്ടുണ്ട്, അറിയില്ല. പക്ഷെ ആ ഭാഗത്തേക്കൊന്നും ഇവർ ബാരിക്കേഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്ന പ്രശ്നമാണ് മയ്യത്ത് നിസ്കരിക്കുന്ന സ്ഥലം. ഇവിടെയാണ് ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്. താഴെ എത്തുന്നവരെ കണ്ടില്ലേ, അത് തന്നെയാണ് ഇമാമ് നിൽക്കുന്ന സ്ഥലം കേട്ടോ. അവിടെ ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. ഓരോ പത്രം എടുക്കണ്ട. ഇവിടെയൊക്കെ ക്ലോസ് ചെയ്യാനായി നിസ്കാരം തുടങ്ങുമ്പോഴേ. ഇതാണ് സഫ മർവൻ്റെ ഇടയിൽ. ഇവിടെ നിന്നാണ് നമ്മൾ സഹി സ്റ്റാർട്ട് ചെയ്യണത്. ഇത് സഹി പറയുന്നത് അത് അതിൻ്റെ അറബി ഭാഷയിൽ സഹി പറയുകയാണ്. ഒന്നുമില്ല, ഇതിൻ്റെ ഇടയിൽ നമ്മൾ 7 പ്രാവശ്യം നടക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വെച്ചുമ്പോൾ ആണുങ്ങൾ മാത്രം ഓടണം. ഇവിടെ ക്യാബാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ അവിടേക്ക് കൈ വെച്ചിട്ട് നമ്മൾ ദുആ ചെയ്താൽ മാത്രമേ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഞാനും ദുആ ചെയ്യാണ്. അങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കാൽനടയായിട്ട് നമ്മൾ നടന്നു പോകണം. ഇവിടെ നടന്നു പോകണം ഒരു ഏകദേശം നല്ലൊരു 1/2 കിലോമീറ്റർ മേലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1 ആവും, ഇങ്ങോട്ട് വന്നാൽ 2 ആവും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ തസ്ബീഹ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൗണ്ട് വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ മറന്നു പോകണം. മറന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും എത്രയാണോ നമ്മൾ അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ 3 നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ 3 പിന്നെ 4 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡൗട്ട് ഒരിക്കലും പാടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആണുങ്ങൾ ഓടുന്ന സ്ഥലം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആണുങ്ങൾ ഓടണം എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എത്തിയ ആണുങ്ങൾ മാത്രം ഓടും, പെണ്ണുങ്ങൾക്ക് നടന്നാൽ മാത്രം മതി കേട്ടോ. റിച്ചു അത്തേക്ക് ഓടാൻ തുടങ്ങി.
അവൻ പിന്നെ സൂപ്പർ ഫാസ്റ്റ് പോലെ പോവും. ഓടുക ഇല്ലെങ്കിൽ സ്പീഡിൽ നടക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണം. ഓടുന്നതാണ് ഉത്തമം, മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ നടക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരായിരിക്കും. എന്തുകൊണ്ട് അവർ ഓടുന്നില്ല എന്ന് ചോദിക്കരുത്. ഇവരൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് റിട്ടേൺ പോണ ആളുകളായിരിക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ. നമ്മൾ മറുപത്തി ഇതാണ്. ഇവിടെയാണ് കുറച്ച് കൂടുതലായി കാണിച്ചത്. ഇതിനടുത്ത് നമുക്ക് തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. അവിടെയൊക്കെ ബാരിക്കേഡ് വെച്ച്. പണ്ടൊന്നും ഇവിടെ ബാരിക്കേഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് കൈ കാട്ടി നമ്മൾ ദുആ ചെയ്യൽ മാത്രം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 എണ്ണം, അങ്ങനെ നമുക്ക് 7 എണ്ണം ചെയ്യണം. അതിനെ നമ്മൾ 1, 2, 3 പ്രാവശ്യം പോയി വന്നതിന് നമുക്ക് 7 എണ്ണം കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്ത് മുടി മുറിച്ച് കഴിഞ്ഞാൽ ഉംറ പൂർത്തീകരിച്ചു കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരുപാട് ടെൻഷൻ അടിക്കാനും പിടിക്കാനൊന്നുമില്ല. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണ് വന്ന് ചെയ്തു പോകുന്നത്. സമയം നമ്മൾ നോക്കി ചെയ്യാം. അപ്പോൾ ഞങ്ങൾ 7 എണ്ണം പൂർത്തീകരിച്ച് ഉസ്താദ് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ദുആ ചെയ്ത് ഞങ്ങൾ മുടി മുറിക്കാൻ പോകും കേട്ടോ. ഉസ്താദ് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബഹളത്തിനിടയിൽ നിങ്ങൾക്ക് അത് കേൾക്കില്ല. ഉസ്താദ് പൊതുവേ സൗണ്ടും കുറവാട്ടോ, അതുകൊണ്ടാണ്. ആമീൻ ആമീൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ദുആ ചെയ്ത് പുറത്തിറങ്ങി. ഉസ്താദും അവരൊക്കെ ആദ്യം ഇറങ്ങി കേട്ടോ. അപ്പോൾ അവരവിടെ മുടി മുറിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ആൾക്കാർ, ഉംറയ്ക്ക് വരുന്ന ആൾക്കാർ എന്തായാലും ഒരു കത്രിക കൊണ്ടുവരുന്നത് നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ചോദിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കത്രിക എന്തായാലും മുടി മുറിച്ചാൽ മാത്രമേ ഉംറ പൂർത്തിയായിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മുടി മുറിക്കണം. പിന്നെ വേറെ ഒരു ഇതെന്താ വെച്ചാൽ, ആദ്യം വന്നത് നമ്മൾ ഒരുപാട് ഉംറ ചെയ്യാൻ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം വരുന്നവർ മുട്ട അടിക്കരുത്. മുട്ട അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും മുടി കളയണം. മുടി കളയണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചുരണ്ടണം. അപ്പോൾ ബ്ലഡ് വരാൻ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം മുട്ട അടിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ശരിക്കും പറഞ്ഞാൽ സുന്നത്ത് പറയുന്നത് 3 മുടി കളയണം. 3 വശത്തെ മുടി കളയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉസ്താദ് കളയണ പോലെ 3 വശത്തെ മുടി കളയണം. അപ്പോൾ തലയിൽ, ഫ്രണ്ടിൽ, ബാക്കിൽ, സൈഡിൽ നിന്ന് അവിടെ നിന്ന് വേണമെങ്കിൽ 3 മുടി അടിച്ചാൽ മതി. മുട്ട അടിച്ചാൽ കുറച്ചും കൂടി ഉത്തമം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് മുട്ട അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ഒരാഴ്ചത്തോളം ഇവിടെ ഉണ്ട്. അപ്പോൾ ഡെയിലി 2 ഉംറ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മുടി മുറിക്കാം, മുട്ട അടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോണ ദിവസം ഉണ്ട്, മദീനത്തേക്ക് പോണ ദിവസം. അപ്പോൾ ഞാനാണ് മുടിയാണ്. അപ്പോൾ ഇവർക്ക് എൻ്റെ മുടി മുറിക്കാൻ മാത്രം ഭയങ്കര ആവേശമാണ്. ഈ കോലോ നിൽക്കണതുകൊണ്ട് പെട്ടെന്ന് എടുക്കാം കേട്ടോ ഇവർക്ക്. ഉസ്താദ് എൻ്റെ വലുത് നോക്കിയെടുക്കാൻ. അങ്ങനെ എൻ്റെ ഒരുപാട് കഷ്ടത്തിൻ്റെ മുടി എൻ്റെ പോയി. ഞങ്ങൾ അവിടുന്ന് മുടിയൊക്കെ മുറിച്ച് പിന്നെ ഇവിടുന്ന് പോകും കേട്ടോ. ഈ ഗേറ്റിൽ കൂടെ ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഷഹീൻ്റെ ഗേറ്റാണ്, 25ാമത്തെ. അപ്പോൾ നിങ്ങൾക്കിത് 25ാമത്തെ ഗേറ്റാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്പ് പറഞ്ഞുതരാം. പക്ഷേ നിങ്ങളാരും ദുരുപയോഗപ്പെടുത്തരുത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം നമ്മൾ പള്ളിയിലോട്ട് പ്രവേശിക്കുമ്പോഴും പല ഭാഗത്തു കൂടെ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അത് നല്ല ലോങ് ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സഹി ഏരിയ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്നാൽ മാത്രം നമുക്ക് വേഗം കഅബയിലെത്താം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാണ്, നിങ്ങളാരും ദുരുപയോഗപ്പെടുത്തരുത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഞാൻ കൂടുതൽ നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിൽ കൂടെ പോകട്ടാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷോർട്ട് കട്ടൊക്കെ കുറേ കണ്ടുപിടിച്ചു, അതുകൊണ്ട് പറഞ്ഞാണ്. സഹി ഏരിയ കൂടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്നാൽ മതിയാവും. നല്ല രീതിയിൽ ചൂടുണ്ട്. ഗ്ലാസ് വെച്ചു, തൊപ്പി വെച്ചു. ഇനി ഉംറ തുണിയെടുത്ത് മുകളിൽ വെച്ചാൽ പോലും വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലെ വെയിൽ ഒന്നുമല്ല. പക്ഷേ ഈ ടൈലൊന്നും നമുക്ക് കാല് പൊള്ളില്ല. ഇവിടെ നമ്മൾ ചെരുപ്പ്, ഇവിടെ പുറത്തിറങ്ങി ചെരുപ്പിടാം. ഇവിടെ സംസം വെള്ളം കുടിച്ചിട്ട് വേണമെങ്കിൽ പോകണം. ഇവിടെ നിന്ന് എത്ര വേണമെങ്കിൽ സംസം വെള്ളം നമുക്ക് കുടിക്കുക എന്തും ചെയ്യാം. പക്ഷെ ഉള്ളിലും ഡ്രമ്മിൽ വെച്ചൊന്നും അവർക്ക് ഇതുപോലെ ബോട്ടിൽ പിടിക്കാനൊന്നും അവർ സമ്മതിക്കില്ല. ഭയങ്കര ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം ബോട്ടിൽ പിടിക്കാനും കവറിൽ പിടിക്കാനൊക്കെ ആയിക്കൊണ്ട് ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം ഇതേപോലെ എല്ലാവർക്കും വെള്ളം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ പള്ളീൻ്റെ ബാക്ക് വശമല്ലേ, ഈ വർഷം ഞങ്ങളുടെ ഈ വർഷത്ത് ഒരുപാട് പേര് ഇതേപോലെ വണ്ടിയിൽ ഇത് ഫ്രൂട്ട്സ് കച്ചവടം ഉണ്ടോ. ഞാൻ വിചാരിച്ചാൽ ആദ്യം ഹദിയ കൊടുക്കുക. ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഈത്തപ്പഴമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എല്ലാം ഇത് സെയിൽ ചെയ്യണം കേട്ടോ. ആൾ ഒരു സുഡാനി സെയിൽ ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഫ്രീസറിൻ്റെ വണ്ടിയുണ്ട് ബാക്കിൽ കാണും. അവിടെ നിന്നൊക്കെ വെള്ളം ബോട്ടിൽ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് തണുത്തത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് റൂമിലോട്ട് ഇത് വാങ്ങിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അവിടെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഹദിയ കൊടുക്കുകയാണെന്ന് ഫ്രീ ആയിട്ട്. ഓടി വന്ന് പിന്നെ വിളിച്ച് നോക്കുമ്പോൾ അത് എല്ലാം 1 കിലോ 10 റിയാൽ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അവർ തീറ്റ കൊടുക്കാണ്ട് തന്നെ ഇത് തിന്നുകൊണ്ടിരിക്കണതാ. പ്രാവിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 റിയാലോ 3 റിയാലോ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രാവിന് തീറ്റ കൊടുക്കാം. പ്രാവുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്താണ് ഇതാ അവിടെ ഉണ്ട് 10 വന്ന് എടുത്തിട്ട് പോയപ്പോ തല്ലിട്ട്
ഇന്നലെ ഞങ്ങൾക്ക് ഇതേപോലെ ഇവിടെ നിന്ന് ഈത്തപ്പഴം കിട്ടി. അത് അതിന്റെ വിചാരിച്ചില്ല ഞാൻ വെറുതെ ഓടി വാ. ഇപ്പൊ അടി സൗദിയിൽ വന്നിട്ട് ഇപ്പൊ അടിവാകിയതല്ലേ. അവിടെ അപ്പുറത്ത് വേറെ ആളും കൂടി നിൽക്കുന്നുണ്ട്. അവര് ഒറ്റക്കെന്നല്ല കച്ചവടം ചെയ്യുന്നത്. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടേ മറ്റേ നോമ്പ് സമയത്ത് ഈ ഫ്രൂട്ട്സ് കവറിലാക്കണം. അറബിക്കഥ പാടത്തിന് പോലെ ഞാനും പ്രതീക്ഷിച്ച് പോയതാണ്. നോക്കണ പൈസ കൊടുക്കണം. പോലീസുകാർ വണ്ടി നിർത്തി അപ്പൊ കായ് നടിച്ചിട്ടുണ്ടാ. പോലീസുകാരുടെ സൗണ്ടാണ്. വെയിലാണ്. നീ റൂമെത്തിയിട്ട് കാണാട്ടാ. നല്ല വെയിൽ. ഇതോടെ തണലുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ ഫുട്പാത്ത് സ്ട്രീറ്റ് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഇതിന് താഴെ. വൈകുന്നേരത്ത് വരണം.